ഈ കണ്ണൂരും ഇതേപോലെ നമ്മൾ ഈ കാണുന്ന പോലെ പിണറായി വിജയന്റെ വീട്ടിൽ കണ്ണൂരും റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടെ പുറത്ത് CPM പ്രവർത്തകരൊക്കെ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം ഏത് നിലയിലും ഇല്ലാതാക്കാനും വേട്ടയാടാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പിണറായിയുടെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റേതായ ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെയും അതിൻ്റെ പ്രതിഷേധം ഉയർന്നു വരും. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാവും? പ്രതിഷേധം ഉണ്ടാവും. 10 മണിക്ക് പ്രതിഷേധം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇവരെടുത്ത് എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരണം എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നുണ്ടോ? അതായത് ഉദ്യോഗസ്ഥന്മാരോടായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവും? ഇല്ല, ഞങ്ങൾ അവരെ കണ്ടില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഒരു നമ്പർ 2 ആൾ വേണമെന്ന് പറഞ്ഞ് 2 ആൾ ഉള്ളിലുണ്ട്. അവർ പുറത്ത് വന്നാലല്ലേ നമുക്ക് അവരോട് എന്താണ് ചോദിക്കാൻ പറ്റും. ശരി, പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് കണ്ണൂരിലേക്ക് എത്തിയ CPM പ്രവർത്തകർ. നിഖിലെ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ നിഖിലെ. ഇപ്പം ഇവർ ഈ CPM പ്രവർത്തകരുടെ പ്രതികരണം അടക്കം ചേർത്ത് ഏതായാലും കണ്ണൂരിൽ ഇത്തരത്തിൽ ഈ റെയ്ഡിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. 10:30 ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് 10:30 നടത്തുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ 6 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നെങ്കിലും ഈ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതിനാൽ അവർക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ വീടിൻ്റെ കെയർടേക്കറെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് താക്കോൽ വാങ്ങി ഗേറ്റ് തുറന്നു. പിന്നീടാണ് വീട് തുറന്ന് അകത്തേക്ക് കയറിയത്. ഇപ്പോൾ ഏതായാലും വീട്ടിനകത്ത് പരിശോധന നടത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ഈ വീട്ടിലെ പരിശോധന തുടരുന്നതിനിടയിൽ തന്നെ ഇതിനോട് ചേർന്നുള്ള ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ ഔട്ട് ഹൗസിലേക്കും നേരത്തെ ഉദ്യോഗസ്ഥർ പോയിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധന അവിടെ തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കേന്ദ്ര സേനാംഗങ്ങളുടെ വലിയ സുരക്ഷ ഈ വീടിന് ചുറ്റുമുണ്ട്. ഏകദേശം 10ഓളം CRPF ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി ഈ റെയ്ഡ് നടക്കുന്ന വീടിന് ചുറ്റുമുള്ളത്. തുടക്കത്തിൽ ലോക്കൽ പോലീസിന് ഇത്തരമൊരു റെയ്ഡിനെ കുറിച്ചുള്ള വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ ആളുകൾ കൂടി ഇവിടേക്ക് എത്തിയതോടുകൂടി ലോക്കൽ പോലീസ് കൂടി ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ CPM പ്രവർത്തകരും ഈ വിവരം അറിഞ്ഞ് ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ്. നേരത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് പോലെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്താൻ തന്നെയാണ് CPMന്റെയും തീരുമാനം. 10:30 പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ പിണറായിയിലെ വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്.